എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ്. ഒന്ന് ഷോർട്സ്, മറ്റൊന്ന് ലോങ് ഫോം വീഡിയോസ്. ഇതിൽ ഏതാണ് കൂടുതൽ പ്രയോജനകരം എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്. ഈ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള രണ്ട് വീഡിയോകൾക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി വെർട്ടിക്കൽ മോഡിൽ എടുക്കുന്ന ലെങ്ത് കുറഞ്ഞ വീഡിയോകളാണ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. നേരത്തെ 60 സെക്കൻഡിൽ താഴെയുള്ള വെർട്ടിക്കൽ മോഡിലുള്ള വീഡിയോകൾ മാത്രമായിരുന്നു യൂട്യൂബ് ഷോർട്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. എന്നാൽ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് അനുസരിച്ച് 3 മിനിറ്റ് വരെയുള്ള വെർട്ടിക്കൽ മോഡിലുള്ള വീഡിയോകൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ലോങ് ഫോം വീഡിയോകളെക്കാളും കൂടുതൽ റീച്ച് കിട്ടുവാനും പെട്ടെന്ന് വൈറലാകുവാനും സാധ്യതയുള്ളത് ഷോർട്സ് ആണ്. അതുകൊണ്ട് പുതിയ യൂട്യൂബേഴ്സും മോണിറ്റൈസ്ഡ് ആകാത്ത യൂട്യൂബേഴ്സും ഷോർട്സുകൾ അവരുടെ ചാനലിൽ കൂടുതൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് ട്രാഫിക് കൂടുതൽ കിട്ടുന്നതിന് കാരണമാകും. ഇതുവഴി നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഷോർട്സിൻ്റെ ഒരു പ്രധാന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് ഫോം വീഡിയോകളിൽ നിന്ന് കിട്ടുന്ന റവന്യൂയേക്കാൾ വളരെ കുറവായിരിക്കും ഷോർട്സിൽ നിന്ന് കിട്ടുന്ന റവന്യൂ. ഇതിന് കാരണം ഷോർട്സിൽ മോണിറ്റൈസേഷൻ്റെ ഓപ്ഷൻസ് വളരെ കുറവാണ്. ഷോർട്സ് ഫീഡിൽ നിന്നും വരുന്ന റവന്യൂവിൻ്റെ ഒരു ഷെയർ മാത്രമാണ് ഷോർട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ലോങ് ഫോം വീഡിയോകൾക്ക് ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എക്സാമ്പിളായിട്ട് ഈ ഒരു ഷോർട്സ് നോക്കാം. ഈ ഒരു ഷോർട്സ് വീഡിയോയ്ക്ക് 5.7K വ്യൂ വന്നിട്ടുണ്ട്. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് 0.19 ആണ്. ഇതേ കണ്ടൻറ്റുള്ള ഒരു ലോങ് ഫോം വീഡിയോ ആണിത്. ഇതിൻ്റെ അനലിറ്റിക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 986 വ്യൂ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇതിന് കിട്ടിയിരിക്കുന്ന റവന്യൂ $2.65 ആണ്. ഇതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ലോങ് ഫോം വീഡിയോകളിൽ മോണിറ്റൈസേഷന് വേണ്ടി പല ഓപ്ഷനുകളുണ്ട്. നോൺ സ്കിപ്പബിൾ ആഡ്, സ്കിപ്പബിൾ ആഡ്, ഡിസ്പ്ലേ ആഡ് മുതലായ ആഡുകൾ ഇതിൽ റൺ ചെയ്യുകയും ഈ ആഡിൽ നിന്നുള്ള വരുമാനമൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. വീഡിയോ ചിലപ്പോൾ പ്ലേ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, അതുപോലെ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞ് എൻഡിൽ ഒക്കെ ആഡ് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആഡുകളിൽ നിന്നുള്ള വരുമാനം നമുക്ക് കിട്ടും. ഇതുകൂടാതെ 8 മിനിറ്റിന് മുകളിലേക്കുള്ള വീഡിയോ ആണെങ്കിൽ നമുക്ക് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ആഡ് പ്ലേസ് ചെയ്യുവാനുള്ള ഓപ്ഷനും യൂട്യൂബ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്ലേ ആവുന്ന ആഡുകളിൽ നിന്ന് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും. ഷോർട്സിൽ നമുക്ക് ഇങ്ങനെ വീഡിയോയ്ക്കിടയ്ക്ക് ആഡ് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഷോർട്സിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ്, ഈ ഷോർട്സിന് കിട്ടുന്ന വ്യൂ വാച്ച് അവറിൽ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ നമുക്ക് വാച്ച് അവർ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ഫോം വീഡിയോ തന്നെ ഇടണം. നിങ്ങൾ ഷോർട്സിൻ്റെ വ്യൂ യൂസ് ചെയ്താണ് മോണിറ്റൈസേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടുതൽ ഷോർട്സ് ഇടുകയും വാച്ച് അവർ വെച്ചാണ് നിങ്ങൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടുതലായിട്ട് ഇതുപോലെ ലോങ് ഫോം വീഡിയോസ് വേണം ചെയ്യുവാൻ. മോണിറ്റൈസ്ഡ് ആയവർക്ക് റവന്യൂ കൂട്ടുവാനായി കൂടുതൽ ലോങ് ഫോം വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.